പുന്നയൂർ GLP സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടം ശനിയാഴ്ച സമർപ്പിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. MLA NK അക്ബറിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 99.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടത്തിന്റെ ആദ്യഘട്ട നിർമ്മാണം നടത്തിയത്. ശനിയാഴ്ച വൈകിട്ട് 3:30-ന് NK അക്ബർ MLAയുടെ അധ്യക്ഷതയിൽ റവന്യൂ മന്ത്രി K. രാജൻ കെട്ടിടം നാടിന് സമർപ്പിക്കും. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത്, ജില്ലാ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ, ചാവക്കാട് DEO PV റഫീഖ്, ചാവക്കാട് AO PM ജയശ്രീ തുടങ്ങി വിദ്യാഭ്യാസ വകുപ്പ് ഓഫീസർമാരും ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പങ്കെടുക്കും. 2 ഘട്ടങ്ങളിലായി 6 ക്ലാസ് മുറികളും ഓഫീസ്, സ്റ്റാഫ് റൂം, ടോയ്ലറ്റ് എന്നീ സൌകര്യങ്ങളോടുകൂടി ഇരുനില കെട്ടിടമാണ് സ്കൂളിനായി ഒരുക്കുന്നത്. ഇതിനായി സംസ്ഥാന ബജറ്റിൽ 1 കോടി രൂപ കൂടി അനുവദിച്ചിട്ടുണ്ട്. 2 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾക്കാണ് സ്കൂളിൽ ഭരണാനുമതിയായിട്ടുള്ളത്. പഴയ കെട്ടിടം പൊളിച്ചു നീക്കിയാണ് നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ താഴത്തെ നിലയിൽ 3 ക്ലാസ് മുറികളും ഓഫീസ് റൂം, ടോയ്ലറ്റ് സംവിധാനം എന്നിവയാണ് ഒരുക്കിയിട്ടുള്ളത്. 2024 ഫെബ്രുവരിയിലായിരുന്നു നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചത്. തെക്കേ പുന്നയൂർ മഹല്ല് കമ്മിറ്റി സൌജന്യമായി അനുവദിച്ച ഹിദായത്തുൽ ഇസ്ലാം മദ്രസ കെട്ടിടത്തിലാണ് നിർമ്മാണ കാലയളവിൽ കുട്ടികളുടെ താൽക്കാലിക പഠനം നടത്തിയിരുന്നത്. പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ, വൈസ് പ്രസിഡന്റും വാർഡ് മെമ്പറും കൂടിയായ സുഹറ ബക്കർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AK വിജയൻ, PTA പ്രസിഡന്റ് സുധീർ ഈച്ചിത്തറയിൽ, വൈസ് പ്രസിഡന്റ് രഘുനന്ദനൻ, പ്രധാനാധ്യാപിക MK പ്രഭാവതി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.